എന്താ പറയുന്നത്? സാറിന് പൂ എടുത്തോണ്ട് പോണോ? പൂ എനിക്ക് അലർജിയാ. സർ, ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തിരുന്നു 2 വർഷത്തേക്ക്. ഒരു കടയെടുത്തിട്ട് വരാമെങ്കിൽ ഉടനെ ലോൺ തരാമെന്ന് പറഞ്ഞു. സിംഗ് മാനേജർ. അയാളല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടല്ലോ. അയാൾ പോയി. ഞാൻ ആർക്കും ലോൺ കൊടുക്കാറില്ല. സാർ അങ്ങനെ പറയരുത്. 1.5 ലക്ഷം റുപ്യ ഇരട്ടി പലിശക്ക വാങ്ങിയത് ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നത്. പിടിച്ച് പുറത്താക്കെ. ഒന്ന് സോപ്പിട്ടിട്ട് വരാം. സർ, സർ, എന്താ തന്റെ പേര്? അപ്പുക്കുട്ടൻ. ആപ്ലിക്കേഷനിൽ ജി അപ്പുക്കുട്ടൻ നായർ ചേരയിലെന്നാണ്. സാറിന്റെ പേരെന്താണ്? ഇയാളുടെ കൂടെ പോയി തന്റെ ആപ്ലിക്കേഷൻ തിരിച്ചു മേടിച്ചോണ്ട് പോയിക്കോളൂ. സാർ, ഞാനൊരു മലയാളിയാണ് സാർ. അതുകൊണ്ട് തന്നെ തരില്ലെന്ന് ഉറപ്പിച്ചത്. മലയാളി എന്ന് കേട്ടാ എനിക്ക് അലർജിയാ. സാർ, ഞാൻ ആത്മഹത്യ ചെയ്യും സാർ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ബാങ്ക് ലോൺ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യയായിട്ട് ഞാൻ കേട്ടില്ല. ആ കണ്ടിട്ടാണോ? പ്ലീസ് ഗെറ്റ് ഔട്ട്. സാർ, പ്ലീസ് പുറത്താക്കണോ? സാർ, പ്ലീസ് സാർ. പറയുന്നൊന്ന് രാവിലെ ഞാൻ ഓരോരുത്തമ്മ കെട്ടിയെടുത്തോളൂ. പൂവും കായും അവന്റെ. ഇനി നമ്മൾ എന്ത് ചെയ്യടാ? നമ്മളോ? എനിക്കെന്താ കുഴപ്പം? 2000 റുപ്യന്റെ പണി, മോട്ടോർ സൈക്കിള്, താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ. ഞമ്മക്കെന്താ ഉള്ളത്? മാമയും പോയി, മൈമനെയും പോയി. കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അത് സന്ധ്യയാവാൻ പോകുന്നോണ്ട് തോന്നുന്നായിരിക്കും. എന്ത് ഇരുട്ട്? അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. 3000 ഇവിടെ, 5000 അവിടെ, 25,000 രൂപന്റെ പാപ്പനും നമ്മളൊന്നും പറയുന്നില്ല. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. പാദുഷയുടെ സ്വപ്നം. ഇടാ, സ്വപ്നം കാണുന്നതിന് ചില അതിരൊക്കെ ഉണ്ട്. ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല. പട്ടിണി പണ്ടാരം പാദുഷയുടെ സ്വപ്നം കാണുന്നു. അതെന്നാ കിട്ടാനുള്ളത് കൂടെ ഇല്ലാതായി പോയത്. എടോ, എന്റെ വണ്ടി നമ്പർ ട്രാഫിക്കാരൻ കുറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതിന്റെ കുറ്റിപ്പറല്ല. അവിടെ ഇവിടെ വണ്ടി വെച്ച് കഴിഞ്ഞാല് ട്രെയിന് വന്ന് എടുത്തോണ്ട് പോകും. ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ എന്ന് നമ്മൾ പറഞ്ഞ? പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കൊക്കെ പറഞ്ഞത് ഏത് കെയറോഫില്? ഇന്നെ സഹായിക്കാൻ വന്നിട്ടില്ല നമ്മൾ ഈ ഗതിയിലായത്. നിനക്ക് ജ്യൂസ് കട തുടങ്ങാനുള്ള അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ വന്നത്. നേരപ്പേ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി. നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. മോഷണോ എന്ന് വെച്ചാല്? നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ. ഹൈമവതിയുടെ ചോറ് കട്ട് തിന്ന ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ പറയുന്നത്. മനസ്സിലായോ? നീ ഇപ്പൊ ആരെ ചോറ കട്ട് തിന്ന? ചോറല്ല, കാശുള്ളവന്റെ വീട്ടിൽ കയറി ഞാൻ മോഷ്ടിക്കും. പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും. അപ്പം ജയിലിൽ പിടിച്ചിടും. എന്നിട്ട് തൂക്കി കൊല്ലും. അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ. അപ്പൊ കൂട്ടാ, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി. അതെടുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാസം അടയ്ക്കാനുള്ള കാശ് അടയ്ക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഓ ഗാഡിയിലേക്ക് അവന്മാർക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മാർവാടിയല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ, ചട്ടമ്പികൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. തൽക്കാലം ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നോക്ക് പിന്നെ എടുക്കാം. अरे ओ साहब, मैं तो चला। हेल्प कर। प्लीज हेल्प मी। आप यहीं रुकिए, हम इमरजेंसी को इन्फॉर्म करते हैं। हेलो,
എനിക്ക് അറിഞ്ഞോണ്ട് ഇവരെ ശരിക്കും ആക്ച്വലി എനിക്ക് അത് ഞാൻ എനിക്കൊന്ന് പോകണം. आप उनके पति है ना? यहाँ पे साइन कीजिए. यहाँ भी. आप वेट कीजिए. कोई इंसान करे कि उनका ब्लड ग्रुप क्या है? ये है जनरल वार्ड. अरे आप अंदर नहीं जा सकते भाई साहब, ये ऑपरेशन थिएटर है. अरे मैं आपकी तकलीफ अच्छी तरह समझता हूँ. सर्जन अभी आते ही होंगे, उनका मेजर ऑपरेशन करना पड़ेगा. उसके लिए 2-3 घंटे लगेंगे. आप बैठिए. He is very upset. Don't allow him to go out, okay? Yes, doctor. Actually, myself Yes, and my I friend understand. coming You just auto hold rickshaw. on. ये आपका बैग है ना? No. इसे अपने पास ही रखिए. No. എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. ആ അല്പം സീരിയസാ. വേണ്ട വേണ്ട, വർമ്മ സാറിനോട് ഇപ്പൊ പറയണ്ട, ഇവിടെ വരട്ടെ എന്നിട്ടാവാം. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടില്ല. ആ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ലേ എല്ലാവരും വരില്ലേ? അതാ നല്ലത്. ആ ഓക്കെ. ചന്ദ്രികയുടെ അടുത്തിരിക്കുകയായിരുന്നു ഞാൻ, ബോധം തെളിയുന്നവരെ. ആ സാർ ഞാൻ ആക്ച്വലി സാർ ഞാൻ ചന്ദ്രികയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. സാർ ഞാൻ എല്ലാം തുറന്ന് പറയുന്നു. ഒന്നും പറയണ്ട, കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. വർമ്മ സാർ ആകെ തകർന്നിരിക്കുക. ഒന്നും പറഞ്ഞവരെ ഞാൻ അവരുടെ അടുത്ത് എന്ത് ചെയ്തു? ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. കുഴപ്പമില്ല, എല്ലാം ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു. ആൽഫി ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ക്ഷമിക്കണം, ഞാൻ ഓക്സിജൻ തന്നെ. ഇരവി ഇരവി കുട്ടിപ്പിള്ള ഡ്രൈവറാ? ഞാൻ അവരുടെ ഡ്രൈവറാ. ഞാൻ അക്കൗണ്ടന്റാ, ശങ്കരക്കുറുപ്പ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹെൽമെറ്റ്. താങ്ക് യു. ആൽഫി വിളിക്കണു. ആൽഫിക്ക് ചന്ദ്രിയെ കാണാം, ഇപ്പൊ കാണാം. എനിക്ക് Sir, this വെയിറ്റ് എ file. മിനിറ്റ്. ഇവരുടെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം 14-ാം തീയതി പറഞ്ഞേ. ആ. ഇന്ന് തീയതി 18 ആയില്ലേ? അപ്പൊ കഴിഞ്ഞു കാണും. എന്നാ കഴിഞ്ഞു. ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നത്. ആ ഇനിയിപ്പോ ഒന്നും ചിന്തിക്കാനില്ല, എല്ലാം കഴിഞ്ഞു. ചന്ദ്രകുഞ്ഞിന്റെ കാര്യം അല്ല ചേട്ടാ, ഒന്നും ചന്ദ്രകുഞ്ഞ് പറയാറായിട്ടില്ല. കൈയും കാലും ഒക്കെ തളർന്നിരിക്കുക. എന്റെ ഭഗവതി, കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. കോട്ടപ്പുറത്ത് കോവിലകത്ത് സുഖമായിട്ട് കഴിഞ്ഞ ആ കുടുംബത്തിലെ ഒരേ ഒരു അവകാശി, അതിനെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞേച്ചത്? സാറേ, വർമ്മ സാറിന് ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു. ഇവിടെയല്ലേ എൻ്റെ ഓഫീസ്. ഇവിടെയാണെങ്കിൽ വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാൻ, അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. മാനേജിംഗ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ഈ നസ്രാണി ചെക്കനെ അങ്ങ് പ്രേമിച്ചു. കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മ സാറും കുടുംബവും നാക്കശികാന്ത് എതിർത്തു. ചന്ദ്രക്കുഞ്ഞ് അവനെ കിട്ടിയാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് വരെ മുതലാളി പറഞ്ഞു. പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും. അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത്. ഇങ്ങനെ കിടക്കുന്നു എന്ന് കേട്ടാൽ എങ്ങനെയാ ഉള്ളു പിടയ്ക്കാണ്ടിരിക്കുക. വർമ്മ സാറിന്റെ കാര്യം പേടിക്കാനൊന്നുമില്ല. ഷോക്കും കുറ്റബോധവും ഒക്കെ കൂടെ ആയപ്പോ വീണുപോയതാ. പ്രഷർ വളരെ കൂടുതലാ. 1-2 ദിവസം കൊണ്ട് നോർമലാകും. അതുവരെ വളരെ സൂക്ഷിക്കണം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ നിങ്ങൾ വേണം നോക്കാൻ.
എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ? ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ നാട്ടുകാരെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ചെന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവർ പറയുന്നിടത്തൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് കുറെ പോലീസുകാരായിട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണിൽ പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ടത് അലച്ചു തല്ലി എന്റെ കാലിലോട്ടും പിന്നെ അവിടുത്തെ തലയും കുത്തി താഴോട്ടും. വെട്ടിയിട്ടവൾ ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലിയ വലിച്ചോണ്ട് തന്ത അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടി എടുത്തോണ്ടെങ്കിൽ ചാടി. അവൾ ഏതാണ്ട് കോടീശ്വരന്റെ മകളാണെന്ന് പറഞ്ഞ അതിലുണ്ടോ ഇരുത്തി. നീ ആ പെട്ടി നോക്ക, അതിന്റെ അകത്ത് എത്ര രൂപയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ. അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. നിനക്ക് എന്റെ പേരറിയോ? അപ്പക്കുട്ടൻ നായർ. അത് പണ്ട്. ഇപ്പൊ ആൽഫി. ആൽഫി അതെന്തോ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ? അല്ല, അത് കുൽഫി. അതെ, കുൽഫി. ഇത് ആൽഫി, ആൽഫ്രഡ് ഫെർണാണ്ടസ്. ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര്. അപ്പൊ അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ല. അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത്. എന്നാലും അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവള് കണ്ണും മൂക്കും തളർന്ന് നടക്കുന്നതുകൊണ്ട് വാ തുറന്നൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. എന്റെ ഗതികളല്ല എന്ന് പറയാം. എന്നാലും അവനവിടെ പോയി? അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ തുറന്നു. ഇതെന്താ വലിയ പെട്ടിക്കകത്തൊരു ചെറിയ പെട്ടി? വെട്ടിയല്ലടാ, കമ്പ്യൂട്ടർ. എത്രയുണ്ട്? 1100 പിന്നെ ഒരു 20. അത്രേ ഉള്ളൂ? നിന്റെ അത്യാവശ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ. അപ്പോ ചേട്ടനാ, ഇരിക്കണം ഇരിക്കണം. ഇനി താൻ അങ്ങനെ എന്നെ ഇരുത്താൻ നോക്കണ്ട. 2-3 മാസം വാടക കുടിശ്ശികയുണ്ട്. അല്ലേ? ഇനി അവധിയില്ല. ഇപ്പൊ ഇറങ്ങണം. ഇത് കണ്ട 2 മാസം വാടകയുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ട് തരാതിരിക്കായിരുന്നു. അടുത്ത ഞാൻ 2-3 ദിവസം കൊണ്ട് തരാം. ഞാൻ 3-4 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. 2 ദിവസം 2-3 ദിവസം വീട്ടിൽ കൊണ്ട് തരാം. ആ ശരി. വാടാ. അത് പോയി. ദേ ചെക്കും ബാങ്കിന്റെ ബുക്കും. എവിടെ? എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. പടച്ചോനെ, 23 ലക്ഷം! ചെക്ക് ബുക്ക് ഉണ്ട്, നമുക്ക് എഴുതി എടുക്കാം. എഴുതി അങ്ങോട്ട് കൊടുത്ത ഉടനെ കാശ് എടുത്ത് തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ? ഒരു വസ്തു അറിഞ്ഞൂടാ. ഇവിടെ അവള് ചെക്കിൽ ഒപ്പിടണം. മണ്ടമ്പൂത്തപ്പ. ഓളും ബാപ്പയും മയ്യത്താവുന്നല്ലേ ഇനി പറഞ്ഞത്? രണ്ടിന്റെ കിടപ്പ് കണ്ടിട്ട് കാറ്റ് പോണ ലക്ഷണമാണ്. അങ്ങനെ കാറ്റ് പോയാ പിന്നെ 23 ലക്ഷം ആർക്കാ? ആ ഓളെ പുയ്യാപ്പിളക്ക് എന്ന് വെച്ചാ നിനക്ക്. അപ്പൊ ഒറിജിനൽ ആൽഫി വരും, ലക്ഷവും കിട്ടൂല, ആൾമാറാട്ടത്തിന്റെ പേരിൽ കേസാവും. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. അങ്ങനെ തുറന്ന് പറയാൻ വരട്ടെ. നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മതി സത്യം തുറന്നു പറയാൻ. ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും? പോയി നോക്കണോ? ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിക്കോളി. ഇല്ല, കാലത്ത് നീ വരുന്നതിന് കുറച്ച് മുമ്പ് നിന്നെ അന്വേഷിച്ച അവന്മാർ മുറിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ലേ താമസം. എന്നിട്ട് നീ എന്താ പറയാത്ത? നീ എന്താ ചോദിക്കാൻ? കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ. ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല, കാശും തന്ന് തന്നെ കണക്കപ്പിള്ള എന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്കുക. അയ്യോ, എവിടേക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ. ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്താ കാര്യം? വർമ്മ സാറ് ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക, ആൽഫി. ഞാനിപ്പോ അതിനെന്ത് ചെയ്യണം? ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം. പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. ഞാൻ മോന് പുണ്യം കിട്ടും. വാ വാ. അടുത്ത് വരൂ. കണ്ണേ പൊന്നേന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന്. എന്റെ മോളെ കൈവിടരുത്. ഒന്ന് പറയൂ ഇരവി, എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ.
പിണക്കവും പരിഭവവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. വർമ്മ സാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ട. ആ അത് കേട്ടാ മതി എനിക്ക്. 100. എന്നാ. 100 എടോ ഇത് ആദ്യം പറഞ്ഞോളൂ 200 100 100 100 100 200 300 എത്ര വേണമെങ്കിലും തരാം. പിന്നെ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറയും. നന്ദി വേണടാ, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചന്ദ്രയ്ക്ക് രാവിലെയാ ബോധം തെളിഞ്ഞത്. എല്ലാം കാണാം, എല്ലാം കേൾക്കാം, എല്ലാം മനസ്സിലാക്കാം, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക. ഒരു സ്ട്രേഞ്ച് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം. ഒരു മിറക്കിൾ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം, ചിലപ്പോൾ 4 വർഷമായി എന്നും വരാം. എല്ലാം തന്റെ കയ്യിലാണ്. ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും. ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ. ഹൗ ഇസ് ഷീ? എല്ലാം നോർമൽ. You can go and see her. കൊച്ചെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടെ എന്നെ തെറ്റി. അയ്യോ എന്റെ മോൾക്ക് എന്ത് പറ്റി? അയ്യോ എന്റെ മോളെ, അയ്യോ എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോളെ കിടക്കുന്നത് കണ്ടോ? അയ്യോ എന്റെ മോളെ, അയ്യോ. ഞാൻ DSP സത്യപാൽ, ഉദയവർമ്മന്റെ അമ്മാവനാണ്. ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു. അല്ലല്ലോ, പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസാ. ഞങ്ങളിങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതുപോലൊരു കേസ് അല്ല, ഇതുപോലല്ല. ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ? കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ അവന്റെ ഗതി എന്തായി? 5 വർഷം തടവും 10,000 രൂപ പിഴ. ഞാൻ പോട്ടെ, എനിക്ക് അല്പം പണിയുണ്ട്. എങ്ങോട്ടാ? ഓഫീസിലേക്ക്. അപ്പൊ ആൽഫ്രണ്ടിന് എന്തോ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെന്ന് കേട്ടു. സ്വന്തമായിട്ട് ഓഫീസുണ്ട്. താമസം ഓഫീസിൽ തന്നെ. ഞങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസിലാ. ആൽഫ്രണ്ടിന് വേണേ അങ്ങോട്ട് വരാം. വളരെ വലിയ വീട്. ബിസിനസിന്റെ ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യമുണ്ട്. ഞാൻ പോട്ടെ. ധൈര്യമായിട്ട് പോയിക്കോ. ചന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളിവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ കൂടെ നമ്മളെല്ലാം അന്വേഷിച്ച് തേയില കച്ചവടവും തുണി കച്ചവടവും മില്ലും ഫാക്ടറിയും ഒക്കെ ആയിട്ട് പണം ചാക്ക് കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ. ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞൂടാ. ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പയാര് കറുപ്പോ വെളുപ്പോ വീടേത് കൂടേത് ഒന്നും ഒരുത്തനും അറിഞ്ഞൂടാ. 14-ാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓൻ ഇവിടെ നിൽക്കാതെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 23 ലക്ഷം നമ്മളെ കീശ കിടക്കും മോനെ. ഓക്ക് വായി തുറക്കാൻ പറ്റാത്തിടത്തോളം കാലം ഒപ്പം അതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ. അതോടെ നമ്മളെല്ലാ കഷ്ടകാലവും തീരും മോനെ. പിന്നെ ആ കുള്ളം തടിയനില്ലേ, കഷണ്ടി ചെവി പൂടാ, അയാള് വെറും ഡ്രൈവർ അല്ല. വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മടുപ്പ് അയാൾക്കാ. അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എന്താടാ ഒന്നും മിണ്ടാത്തത്? നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു വിട്ടതെന്ന്. എന്നാ പടച്ചോനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? പലയിടത്തും വെച്ച്, പല രൂപത്തിൽ. ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ 20 പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കര മാഷ രൂപത്തിൽ വന്ന് 20 പൈസ തന്ന്. പിന്നൊരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് ബെശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു. അങ്ങനെ കഷ്ടപ്പെടുന്ന നമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോൻ വരിക. ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി. ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ. പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു, ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം. നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ ഞമ്മളെ മാമ. അതൊക്കെ കുഞ്ഞ് ചെകുത്താൻ. വലിയ മലയിടത്ര ഉള്ളതുണ്ട്. അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത്. അപ്പൊ പടച്ചോനും കാണൂല, ആരും കാണൂല. ഞാൻ ഒറ്റയ്ക്ക് കൈയും കാലും ഇട്ട് അടിക്കേണ്ടി വരും. ഓരോ പുലിവാലും കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാര്യം ഇനി മറക്കല്ലേ, ആകെ മുങ്ങി നിക്ക നമ്മള്. നൂറെ, എനിക്ക് ആ പെങ്കൊച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല. ഓ, അതാണെന്ന് എനിക്ക് വിഷമം. നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചു തന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമില്ല. എങ്ങാണ്ടെന്നോ വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നൊന്തുവല്ലേ. നമ്മളെ പെണ്ണിനെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ നമ്മളെ കാണിക്കാനുള്ളതല്ലേ. 23 ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്കിന്റെ കാശ് വേണ്ട. നീ വലിയ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിൽ ആ പാവം മൈമുനേന്റെ 3000 രൂപയെങ്കിലും കൊടുത്തേക്കണം. എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല. ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ല. ഞാനും നീയായിട്ട് ഇനി ഒരു ബന്ധവുമില്ല.
കൊച്ചേ, നിനക്കെല്ലാം കാണാനും കേൾക്കാനും പറ്റുമെന്ന് എനിക്കറിയാം. ഐ ആം അപ്പുക്കുട്ടൻ. എന്റെ പേര് അപ്പുക്കുട്ടൻ എന്നാ. വഴി വെച്ച് നാട്ടുകാരെല്ലാം കൂടെ നിന്നെ എന്റെ തലയിൽ വെച്ച് തന്നതാ. ഇവിടെ കൊണ്ട് ഞാൻ ഇറക്കി. അതോടെ അവരെല്ലാം കൂടെ പിടിച്ച് എന്നെ നിന്റെ ഭർത്താവാക്കി. ഇടിവെട്ടി അവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഗതിയാ ഇപ്പൊ എന്റേത്. അതുകൊണ്ട് സത്യം തുറന്ന് പറഞ്ഞേക്കാമെന്ന് കരുതിയാ ഇപ്പൊ ഞാൻ വന്നത്. അപ്പൊ ഇവിടെ ആരുമില്ല, എല്ലാരും നല്ല ഉറക്കം. നാളെ ഞാൻ വരും, ഉള്ള സത്യം അങ്ങ് തുറന്ന് പറഞ്ഞേക്കും. കേട്ടില്ല? ഇപ്പൊ ഞാൻ പോന്നു. ഗുഡ് നൈറ്റ്. അവിടെ നിന്നേ, അവിടെ നിന്നേ. ഒരു പാവം പിടിച്ച പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയിട്ട് അവളെ ഒന്നിനു കൊള്ളാതായപ്പോ മുങ്ങി രക്ഷപ്പെടാൻ നോക്ക. അങ്ങനെയൊന്നുമല്ല. പിന്നെ താനല്ലോ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ മുമ്പ് ഒപ്പിട്ടത്. അതൊരു പെണ്ണുമ്പോൾ അവിടെ ഒപ്പിട ഇവിടെ ഒപ്പിട അവിടെ ഒപ്പിട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒപ്പിട്ട് പോയതാ. അതിപ്പോ നീ ഉണ്ടാക്കിയ സൂത്രല്ലേ? സൂത്രോ? ഒരു മറ്റേ വർത്താനം പറയരുത്. എന്റെ പേര് KC അപ്പുക്കുട്ടനാ. കുറ്റിപ്പുറത്ത് ചേരിൽ അപ്പുക്കുട്ടനാര്. തനിക്ക് വിശ്വാസമല്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക് നാളെ കൊണ്ട് കാണിച്ചു തരാം. അതിപ്പോ ഏത് ചേരിയിലും ഏത് പേരിലും ആർക്കും കിട്ടും. എന്നാ ഒരു കാര്യം ചെയ്യും, അവന്റെ പേരെന്താ? ആൽഫ്രഡ് ഫെർണാണ്ടസ് ഒരു കല്ലാസ് ഉണ്ടാക്കിയിട്ട് താനാ അവളെ കെട്ടിയെന്ന് പറ. പോയി പണി നോക്കണോ? നിൽക്കണവിടെ പോണോ? അപ്പൊ സത്യം പറയാൻ പോവാ? സത്യം പറയാൻ പോവാ? അതെ, രാവിലെ ഞാൻ വരും. ഉള്ളതൊക്കെ എല്ലാവരോടും അങ്ങ് തുറന്നു പറയും. അതോടെ ഏർപ്പാടങ്ങ് ക്ലോസ് ചെയ്യും. തനിക്ക് എന്താണോ വേണ്ടത്? ഞാൻ സമ്മതിക്കില്ല. എന്ത് വന്നാലും നീ സത്യം പറയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞേ പറ്റും. എന്താണ് നിന്റെ അപ്പന്റെ പേര് ഹരിചന്ദ്രൻ? അല്ല, ഗോവിന്ദൻ നായർ. പിന്നെ എന്താണ് നിനക്ക് ഇത്തിരി കള്ളം പറഞ്ഞാല്? എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പൊന്നാൽഫി മോനെ. ഓ, അപ്പുക്കുട്ടൻ നായരുടെ മോനെ, ഞാൻ പറയുന്നത് കേക്ക്. നീ പറഞ്ഞത് ശരിയാ. കള്ളം പറയേണ്ട കാര്യം നിനക്കില്ല. പക്ഷെ ഇവിടത്തെ സ്ഥിതി കൂടി ഒന്ന് ആലോചിക്കണ്ടേ? മോളുടെ ഗതി കണ്ട് നിന്റെ മുമ്പിലല്ലേ ആ വർമ്മ സാർ ബോധം കെട്ട് വീണത്. ആ ഷോക്കീന്ന് ഇതുവരെ അങ്ങേര് കര കയറിയിട്ടില്ല. ഈ നിലയിൽ ഇതും കൂടി കേട്ട ആ പാവം ചത്തു. ഞാനല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? നിനക്ക് സത്യം പറയണല്ലേ? ആ, നീ സത്യം പറഞ്ഞോ. ഒരു 3-4 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. എന്തും കേൾക്കാനുള്ള മനക്കെട്ടി അദ്ദേഹത്തിന് വന്നോട്ടെ. നിന്നെ ഞാൻ ഈ ഇരവിക്കുട്ടിപ്പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി സത്യം പറയിപ്പിക്കുക. അതുപോലെ അതിനിടെ ശരിക്കുള്ള വന്ന ഞാൻ കള്ളനാവില്ലേ? വരുന്നെങ്കിൽ എന്നേ വരണമായിരുന്നു. നമുക്കറിയാത്ത എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട്. ചന്ദ്രക്കുഞ്ഞ് വാ തുറക്കാതെ നടന്നോ ഒന്നും അറിയാനും പറ്റില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന്. പോരെ? ഒരു 3 ദിവസം നീ ഇവിടെ വരിക പോവാ. ഏതല്ലാത്ത ഉപകാരല്ലേ? നീ വരുമോ? 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ സത്യം പറയും. നീ നല്ല പയ്യനാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ആ, എന്നാ ശരി. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്, വേഗം സുഖാവും. പാല് ഫ്ലാസ്കിലുണ്ട്.